ഹായ്, നമസ്കാരം. ബുദ്ധിമുട്ടേറിയ പഠനക്രമങ്ങളും മാർക്കുകളും മാത്രം മതി എന്ന് നാം കരുതുന്നു, അല്ലേ കുട്ടികൾക്ക്? പക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ജീനിയസ് ആയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഒറ്റ വാക്കാണ്. ആ വാക്ക് ഇതെല്ലാം പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. ഒരു അമ്മ കുട്ടിയെ കൂടുതൽ ബുദ്ധിമാനാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഐൻസ്റ്റീന്റെ മറുപടി ഇതായിരുന്നു: ഫെയറി ടെയിൽസ്, കൂടുതൽ ഫെയറി ടെയിൽസ്. കുട്ടികളോട് കഥകൾ പറയുക. ബാല്യത്തിൽ കഥകൾ കേൾക്കുന്നത് സൃഷ്ടിപരമായ കൽപ്പനാശേഷി വളർത്തുന്നു. ശാസ്ത്രജ്ഞന്റെയും നവാത്മക ചിന്തകന്റെയും മുഖ്യ ആയുധം അത് തന്നെ. ഐൻസ്റ്റീൻ കടുത്ത നിർദ്ദേശത്തിന്മേൽ മാത്രം അധിഷ്ഠിതമായ പഠനത്തെ ഇഷ്ടപ്പെട്ടില്ല. ആരവത്തോടെ പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. സന്തോഷം, കൗതുകം, സ്വതന്ത്ര ചിന്ത, അതാണ് ടോണിക്ക്. സോ എല്ലാ ദിവസവും 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു കഥാസേനയെ നിശ്ചയിക്കും നിങ്ങളുടെ കുട്ടികൾക്ക്. കാലാനുസൃതവും ഉൾക്കൊള്ളുന്ന കഥകൾ തിരഞ്ഞെടുക്കൂ. ലിംഗ, വർഗ, ശാരീരിക വ്യത്യാസങ്ങളെ മാനിക്കുന്ന കഥകളാവണം. കഥ കഴിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കൂ: അങ്ങനെ നടന്നില്ലെങ്കിൽ എന്താകും? കൽപ്പനാശേഷി അടുത്തു പോകട്ടെ. കുട്ടിയെ തന്നെ പുതിയ കഥയായി അത് മാറ്റാൻ, അവസാനങ്ങൾ ചേർക്കാനായി പ്രോത്സാഹിപ്പിക്കൂ. ഓർമ്മപ്പെടുത്തൽ പഠനത്തോടൊപ്പം കൽപ്പനാമോഹങ്ങൾക്ക് സ്ഥലം കൊടുക്കൂ. മാർക്കുകൾ മാത്രം പോരാ. നാളെയുടെ ശാസ്ത്രജ്ഞനെ തീർക്കുന്നത് കാൽപ്പനിക ചിന്തയാണ്. ഇന്ന് രാത്രി ഒരു കഥ, നാളെ ഒരു പുതിയ ആശയം. ഇന്ന് രാത്രി ഒരു നല്ല കഥ തുടങ്ങും. കൽപ്പനാ ചിന്ത ചെറു ഹൃദയങ്ങളിൽ തെളിയട്ടെ. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി കരിയർ റെഡിമേഡിനെ ഫോളോ ചെയ്യൂ. നമുക്ക്